സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഈ ബലിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമുക്കറിയാം, ഇന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളാണ്. നമ്മൾ ഇന്നലെ ഞായറാഴ്ചയുടെ കുർബാനയായിട്ടാണ് നമ്മൾ ചൊല്ലുന്നത്. സ്വർഗാരോപണ തിരുനാളാണെങ്കിൽ കൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. രണ്ടാമതൊരു കാര്യം, നമ്മുടെയൊക്കെ ഇവിടെയുള്ള നോർത്തിലെ മലയാളി കമ്മ്യൂണിറ്റി ആരംഭിച്ചത്, ആ സമയത്ത് കുർബാനയൊക്കെ നടത്തിയിരുന്നത് വേവിൽ ഹൈറ്റ്സ് എന്ന് പറഞ്ഞ പള്ളിയിലായിരുന്നു. അന്നേരം അവിടുത്തെ വികാരിയച്ഛനായിരുന്ന ജോ അച്ഛൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് മരണമടഞ്ഞിരുന്നു. അച്ഛന് വേണ്ടി പ്രത്യേകം അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ബലിയിൽ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ കോവിഡിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നമ്മുടെ റിലേറ്റീവ്സും ബന്ധുക്കളൊക്കെ ആയിട്ട് പലരും തന്നെ സിക്കായിട്ടുണ്ട്, നാട്ടിലും മറ്റ് പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട്. അവരെയൊക്കെ തമ്പുരാൻ്റെ അടുത്താരയിൽ പ്രത്യേകം ഓർക്കുകയും അവർക്ക് ഈശോയുടെ അനുഗ്രഹവും സൗഖ്യവും നൽകണമേ എന്ന് ഏറ്റവും എളിമയോടെ നമുക്കിന്ന് ബലിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സർവേശനു സ്തുതിഗീതം.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സർവ്വവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങയുടെ പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷം അറിയിച്ച സ്നേഹന്മാരുടെ ഓർമ്മയാചരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് പാപികളായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തേടും ഞാൻ അനവരതം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും.
സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, 7-ാം മാസം 15-ാം ദിവസം മുതൽ 7 ദിവസത്തേക്ക് കർത്താവിന്റെ കൂടാര തിരുനാളാണ്. ആദ്യ ദിവസം ഒരു വിശുദ്ധ സമ്മേളനം കൂടണം. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. 7 ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം. 8-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. കർത്താവിന് ദഹനബലിയും അർപ്പിക്കണം. ഇത് ആഘോഷത്തോടു കൂടിയ സമ്മേളനമാണ്. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. കർത്താവിന് ദഹനബലിയും ധാന്യബലിയും പാനീയ ബലിയും മറ്റു ബലികളും അർപ്പിക്കേണ്ടതും വിശുദ്ധ സമ്മേളനമായി നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതുമായ കർത്താവിന്റെ നിർദ്ദിഷ്ട തിരുനാളുകളാണ് ഇവ. കർത്താവിന്റെ സാപത്തിനും കർത്താവിന് നൽകുന്ന വഴിപാടുകൾക്കും കാഴ്ചകൾക്കും സ്വാഭീഷ്ട ബലികൾക്കും പുറമെയാണ് ഇവ. 7-ാം മാസം 15-ാം ദിവസം വയലിലെ വിളവ് ശേഖരിച്ചതിനു ശേഷം 7 ദിവസം നിങ്ങൾ കർത്താവിന് ഒരു തിരുനാൾ ആചരിക്കണം. ആദ്യ ദിവസവും 8-ാം ദിവസവും സാബത്തായിരിക്കണം. 1-ാം ദിവസം ഭംഗിയുള്ള പഴങ്ങളും ഈന്തപ്പനയോലകളും ഇലതൂർന്ന ചില്ലകളും ആറ്റരളി കൊമ്പുകളും എടുക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിച്ചാഹ്ലാദിക്കണം. വർഷം തോറും 7 ദിവസം കർത്താവിന്റെ തിരുനാളായി ആഘോഷിക്കണം. നിങ്ങളുടെ സന്തതികൾക്കുള്ള ശാശ്വത നിയമമാണിത്. 7-ാം മാസത്തിൽ ഈ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം. 7 ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിലാണ് വസിച്ചത് എന്ന് നിങ്ങളുടെ സന്തതി പരമ്പര അറിയുവാൻ ഇസ്രായേൽക്കാർ എല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഇപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് കർത്താവിന്റെ നിർദ്ദിഷ്ട തിരുനാളുകൾ പ്രഖ്യാപിച്ചു. ദൈവമായ കർത്താവിന്റെ സ്തുതി. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം.
ഇതാ ഞാൻ 3-ാം പ്രാവശ്യം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തയ്യാറായിരിക്കുന്നു. ഞാനൊരു ഭാരമായിരിക്കുകയില്ല. എന്തെന്നാൽ ഞാൻ കാക്ഷിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങൾക്കുള്ളവയല്ല. മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത്, മറിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ അതീവ സന്തോഷത്തോടെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി സ്വയം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കും തോറും കുറച്ചു മാത്രമാണോ ഞാൻ സ്നേഹിക്കപ്പെടേണ്ടത്? ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, എന്നാലും നിങ്ങളെ കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നുവെന്ന് നിങ്ങൾ പറയുമായിരിക്കാം. നിങ്ങളുടെ അടുത്തേക്ക് അയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ? തീത്തോസ് പോകണമെന്ന് ഞാൻ നിർബന്ധിച്ചു, അവന്റെ കൂടെ ആ സഹോദരനെ അയച്ചു. തീത്തോസ് നിങ്ങളെ വഞ്ചിച്ചില്ലല്ലോ. ഒരേ ആത്മാവിലല്ലേ ഞങ്ങൾ ചരിച്ചത്? അതേ കാൽപ്പാടുകളിൽ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുകയാണെന്നാണോ ഇത്രയും കാലം നിങ്ങൾ വിചാരിച്ചിരുന്നത്? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പരിപോഷണത്തിനു വേണ്ടി ദൈവസമക്ഷം സമസ്തവും മിശിഹായിലാണ് പ്രസംഗിച്ചിരുന്നത്. ഒരുപക്ഷെ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കലഹവും അസൂയയും കോപവും മാത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയും ആയിരിക്കുമോ കണ്ടെത്തുന്നത്? ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുൻപിൽ എളിമപ്പെടുത്തുമോ എന്നും, നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങൾ മുഴുകിയ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും മാനസാന്തരപ്പെടാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ധനികനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും ആർഭാടപൂർവ്വം ഭക്ഷിച്ചാഹ്ലാദിക്കുകയും ചെയ്തിരുന്നു. അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ വ്രണബാധിതനായി കിടന്നിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. മാത്രമല്ല, നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ചു അടക്കപ്പെട്ടു. അവർ നരകത്തിൽ പീഡനങ്ങളിലായിരിക്കെ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രാഹത്തെയും മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ.
വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാൻ ലാസറിനെ അയക്കണമേ. എന്തെന്നാൽ ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹാം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് നല്ലതൊക്കെയും ലഭിച്ചിരുന്നു, ലാസറിനോ ദോഷമായവയും. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിപ്പിക്കപ്പെടുകയും നീ യാതന അനുഭവിക്കുകയും ചെയ്യുന്നു. ഇതിനു പുറമെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ അവനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തെന്നാൽ എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡനങ്ങളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രാഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരെ കേൾക്കട്ടെ. അയാൾ പറഞ്ഞു, പിതാവായ അബ്രാഹാമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടും. അബ്രാഹാം അവനോട് പറഞ്ഞു, മോശയെയും പ്രവാചകന്മാരെയും കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യപ്പെടുകയില്ല. ശിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ, ലേവ്യരുടെ പുസ്തകത്തിലുള്ള വായനയിൽ മറ്റു പല തിരുനാളുകളോടൊപ്പം കൂടാര തിരുനാൾ ആചരിക്കേണ്ടതിൻ്റെ കാര്യം പറഞ്ഞു വയ്ക്കുകയാണ്. അതിൽ പറഞ്ഞു വയ്ക്കുന്ന കാരണവും അതിൽ തന്നെയുണ്ട്. ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് കാനാൻ നാട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അവർ പിന്നിട്ട വഴികളിലൊക്കെ കൂടാരമടിച്ചാണ് താമസിച്ചിരുന്നത്. 40 വർഷക്കാലം മരുഭൂമിയിൽ അലഞ്ഞപ്പോഴൊക്കെയും കൂടാരമടിച്ച് മരുഭൂമിയിൽ താമസിച്ചിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായി കൂടാര തിരുനാൾ ആചരിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അവരുടെ വീടിൻ്റെ സ്ഥലത്ത്, പറമ്പുകളിൽ എവിടെയെങ്കിലും ഒരു കൂടാരമടിച്ച് അവർ താമസിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എത്രയുള്ളൂ? പിന്നിട്ട വഴികളൊന്നും മറക്കരുത്. കടന്നു വന്ന വഴികൾ, പിന്നിട്ട വഴികൾ നമ്മൾ നടന്നു നോക്കിയാൽ ഒരു നിലയിലെത്തിക്കഴിയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും മറന്നു കളയരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൂടാര തിരുനാൾ ഇസ്രായേലിനോട് ആചരിക്കണം എന്ന് പറഞ്ഞത്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ധനവാന്റെയും ലാസറിന്റെയും ഉപമ, അതിനെ 2 ഭാഗങ്ങളായിട്ട് ആദ്യമേ തന്നെ കാണാം. ഒന്ന് അതിൻ്റെ ഒരു തിയററ്റിക്കൽ പാർട്ടും മറ്റൊന്ന് ഒരു പ്രാക്ടിക്കൽ പാർട്ടുമായിട്ട് അങ്ങനെയും കാണാം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഉപമയുടെ ഒരു പ്രത്യേകത, ക്രിസ്തു ഒരുപാട് ഉപമകൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 44ഓളം ഉപമകളുണ്ട്. ഈ ഉപമകളിൽ ഒരിടത്തും ഒരാളുടെയും പേര് പറയില്ലേ കർത്താവ്. ആദ്യമായിട്ടാണ് ഒരു ഉപമയിൽ ലാസർ എന്ന ഒരു പേര് സൂചിപ്പിക്കുന്നത്. മറ്റൊരിടത്തും ഉണ്ടാവില്ല. കടുകുപണിയുടെ ഉപമ പറയുന്നു, അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമ പറയുന്നു, കാണാതായ ആടിൻ്റെ ഉപമ പറയുന്നു, നല്ല ഇടയൻ്റെ ഉപമ പറയുന്നു. ഒരിടത്തും പേര് ആരുടെയെങ്കിലും ഒരാളുടെ ടിപ്പിക്കൽ നെയിം പറഞ്ഞു വെക്കില്ല. ഇത് ഒരേ ഒരു ഉപമയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പേര്, ധനവാൻ, മറ്റൊരാളുടെ പേര് പറയുന്നില്ല, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളുടെ പേര് പറഞ്ഞു വെക്കുന്നത്. ഈ ഉപമയുടെ 1ാമത്തെ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് അത് ഭൂമിയിലെ ഒരു ദൃശ്യമാണ്. ധനവാൻ അവൻ്റെ വീട്ടിൽ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല ഭക്ഷണം കഴിച്ച് കിടന്നു. അവൻ്റെ പടിവാതിലിൽ ലാസർ കിടന്നു. ലാസറിനോട് എന്തെങ്കിലും ദ്രോഹം ധനവാൻ ചെയ്യുന്നതായിട്ട് സുവിശേഷം പറയുന്നില്ല. ലാസർ എന്തെങ്കിലും ദ്രോഹം ചെയ്യുകയോ എന്തെങ്കിലും യാചിക്കുകയോ ചെയ്തതായിട്ടും സുവിശേഷം പറയുന്നില്ല. അവർ തമ്മിലോ വേറെ എന്തെങ്കിലും ദ്രോഹങ്ങളോ കുറ്റമോ ചെയ്തതായിട്ട് പറയുന്നില്ല. പക്ഷേ ഇവിടെയുള്ള ഒരേ ഒരു തെറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും തിന്മ ചെയ്തു എന്നുള്ളതല്ല, മറിച്ച് ചെയ്യാമായിരുന്ന നന്മ ചെയ്തില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മളൊക്കെ ചെയ്തു പോയ കുറ്റങ്ങളെ പ്രതിയായിരിക്കില്ല ഒരു പക്ഷേ ചെയ്യാമായിരുന്ന നന്മ ചെയ്യാതെ പോയതിനെ കുറിച്ചായിരിക്കും ഒരു പക്ഷേ നമുക്കൊക്കെ ശിക്ഷ ലഭിക്കുക എന്ന് തോന്നുന്നു. 2ാമത്തെ ഘട്ടത്തിലേക്ക്, രംഗത്തിലേക്ക് വരുമ്പോൾ അത് സ്വർഗരാജ്യത്തിൽ വെച്ചാണ്. അവിടെ സ്വർഗത്തിലേക്ക് ലാസർ സംവഹിക്കപ്പെട്ടു, നരകത്തിലേക്ക് ധനവാൻ പോയി. അവർക്കിടയിൽ ഒരു വലിയ ഗർത്തമുണ്ടായിട്ട് കൂടെ അവൻ കണ്ണുകൾ ഉയർത്തി നോക്കുകയും അബ്രാഹത്തിന്റെ മടിയിൽ കിടക്കുന്ന ലാസറിനെ കാണുകയും ചെയ്തു. ഈ യഹൂദ ഒരു വിശ്വാസം അനുസരിച്ച് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവരൊക്കെ അബ്രാഹത്തിന്റെ മടിയിൽ ഉണ്ടായിരിക്കുമെന്നും മടിയിൽ വിശ്രമിക്കുമെന്നും ലോകാവസാന നാളിൽ അന്ത്യവിധിയുടെ ദിവസം അവര് സ്വർഗത്തിലേക്ക് കരയറപ്പെടുമെന്നുള്ളതാണ് ഒരു വിശ്വാസം. അതുകൊണ്ടാണ് അബ്രാഹത്തിന്റെ മടി എന്ന് ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത്. അബ്രാഹത്തിന്റെ മടിയിൽ കിടക്കുകയും ചെയ്ത് കാണും. വീണ്ടും ഭൂമിയിലായിരുന്ന നാള്
വീടിന്റെ മുറ്റത്ത് പടിവാതിൽ കിടന്നവനെ കണ്ടിട്ടും കാണാതെ പോയ ധനവാൻ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ അങ്ങകലെ വിദൂരതകളിലായിരുന്നവർക്ക് കണ്ണുയർത്താനും അതിനെ കാണാനും കഴിയും. എന്നിട്ട് തനിക്ക് വേണ്ടി അവനെ അയച്ചു തരണമെന്ന് അപേക്ഷിക്കാൻ തുടങ്ങി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം മറ്റുള്ളവരെ തേടുന്നതിന്റെ പേരാണ് സ്വാർത്ഥത എന്നത്. ക്രിസ്തു ഒഴിവാക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്. ഒന്നാമത്തത് ഞാൻ പറഞ്ഞു, ചെയ്യാവുന്ന നന്മ മറ്റുള്ളവർക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവരുടെ നമ്മൾക്ക് ആവശ്യം വരുമ്പോൾ മാത്രം മറ്റുള്ളവരെ തേടുന്നത്. അവന്റെ ആവശ്യങ്ങളിലും അവന്റെ ദുരിതങ്ങളിലും വേദനകളിലും ഞാൻ കണ്ടിട്ടും കാണാതെ പോവുകയും എൻ്റെ ആവശ്യങ്ങളുടെ നേരത്ത് മാത്രം എന്നോട് സഹതപിക്കുകയും ചെയ്യണം എന്ന് പറയുന്ന സ്വാർത്ഥത ദൈവത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തേതില് ധനവാൻ പറഞ്ഞു വെക്കുന്നുണ്ട്, ഒരു കാര്യം ചെയ്യുക, ഏതായിരുന്നാലും ഈ രണ്ട് ഗർത്തങ്ങൾക്കിടയിൽ നിന്ന് ലാസറിന് എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ അവനെ എൻ്റെ 5 സഹോദരന്മാർ വസിക്കുന്ന ഇടത്തേക്ക് പറഞ്ഞയക്കുകയും അവരോട് ഇതിനെക്കുറിച്ച്, ഈ നരകത്തിന്റെ യാതനകളെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. കർത്താവ് പറഞ്ഞു, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പണ്ട് പറഞ്ഞതിൽ കൂടുതലൊന്നും ആർക്കും പറയാനില്ല. മോശയും പ്രവാചകന്മാരും എന്താണോ പറഞ്ഞു വെച്ചത് ആ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുക. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇനിയില്ല. വീണ്ടും വീണ്ടും ആവർത്തി ചോദിച്ചിട്ടും ഈ പഴയത് പറഞ്ഞു വെച്ചത് മാത്രമാണ് പറയുന്നത്. മറ്റൊരു കാര്യമില്ല. നിത്യജീവിതത്തിലേക്കുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ വചനങ്ങളെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ തിയററ്റിക്കൽ പാർട്ട്. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ പാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വചനത്തെ ധ്യാനിക്കുമ്പോൾ ചെയ്യാമായിരുന്ന നന്മ മറ്റുള്ളവർക്ക് ചെയ്യുക, എനിക്ക് സാധിക്കുന്ന സമ്പത്ത് പങ്കുവെച്ച് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പള്ളിയിലിരുന്ന് ഈ വചനം കേട്ട് പോകുമ്പോൾ ആത്മാർത്ഥമായിട്ട് ആലോചിക്കണം. നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. എന്നിരുന്നാൽ കൂടെ ഇത്രയേ ഉള്ളൂ, എനിക്ക് എൻ്റെ നിത്യ ചെലവുകളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സംഖ്യയൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു 10% ആർക്കെങ്കിലും, പള്ളിക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയില്ല, ആർക്കെങ്കിലും അർഹതപ്പെട്ടവർക്ക്, വേദന അനുഭവിക്കുന്നവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ ഉപമ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്. ഇപ്പോൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, ആരുടെ ജീവിതത്തിലായിരുന്നാലും വീട്ടിലത്തെ സമ്പാദ്യമൊക്കെ എടുത്ത് നോക്കുക, എത്രയുണ്ട്. അത് ആ താമസിക്കുന്ന വീടിന്റെ വാടകയോ മോർഗേജോ ഒക്കെ കഴിഞ്ഞിട്ട് 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും വീടിന്റെ മോർഗേജ് നോക്കാൻ പോയി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവില്ല, അല്ലേ ടോമി? ഉണ്ടാവത്തില്ല. അതല്ല, അവരവരുടെ വീടിന്റെ വാടക, ആ താമസിക്കുന്നതിന്റെ മോർഗേജ് ഒക്കെ കഴിച്ച് അത്യാവശ്യം നിത്യച്ചെലവും കഴിച്ച് ബാക്കിയുള്ള സംഖ്യയുടെ 10% മറ്റുള്ളവർക്ക് വേണ്ടി, ആർക്കെങ്കിലും, നിങ്ങളുടെ സ്വന്തക്കാരാരെങ്കിലും പഠിക്കാനോ രോഗത്തിലായിരിക്കുകയോ വീട് പണിയാൻ കഷ്ടപ്പെടുകയോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയോ ചെയ്യുന്നവർക്ക് 1% കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ പ്രാക്ടിക്കൽ വേർഷൻ. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പോ നമ്മൾ പലപ്പോഴും പ്രവർത്തികളിൽ നിന്ന് മാറുകയും പ്രാർത്ഥനയിൽ കൂടുതൽ അഭയം കണ്ടെത്തുകയും ചെയ്യുന്നവരുടെ കാലമാണ്. ഒരുപാട് ധ്യാനങ്ങളുണ്ട്, അഖണ്ഡ ആരാധനകളുണ്ട്, അഖണ്ഡ ജപമാലകളുണ്ട്, എല്ലാം ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു പ്രവൃത്തിയിലേക്ക് എത്തി നിൽക്കുന്ന പ്രാർത്ഥനാ അനുഭവങ്ങളിലേക്ക്, പ്രാർത്ഥനാ രീതികളിലേക്ക് ചെല്ലാൻ പറ്റും. അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ആലോചിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2, 3, 4 വീടിന് ഒരിക്കലും ആർക്കും ബാലൻസ് ഉണ്ടാവില്ല, അല്ലേ? അംബാനിക്കാണെങ്കിലും ബാലൻസ് കാണില്ല. ലോകത്തിലെ 4 കോടീശ്വരന്മാരിൽ ഒരാളാണ്. കാണില്ല, കാരണം പുതിയ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഒരു ന്യായമായ നിത്യവൃത്തി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസയുടെ 1% നമുക്ക് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനാകുമെങ്കിൽ ഈ ഉപമയുടെ അർത്ഥവും പൊരുളും നമ്മുടെ ജീവിതത്തിൽ സഫലമാകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റുള്ള രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളവുകൾക്കും
സുഭിക്ഷിതമായ മത്സരത്തിനും ലോകം മുഴുവന്റെയും ഐശ്വര്യത്തിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ പിതാവിൻ രൂപതാധ്യക്ഷനുമായ മാർ ബോസ്കോ പെത്രാന്റെയും അവരുടെ സഹശുശ്രൂഷകളുടെയും ക്ഷേമത്തിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമേ. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. അതുപോലാത്മജനും ദിവ്യറുഹാക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ.
നമ്മുടെ കൂടെ ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമുള്ള ആദിജാതനും യോഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോട് സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി നിറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിലെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആരംഭിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ.
നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നു. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും തൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതി, എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അവരുടെ സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ പ്രൗഢന്മാരോടും സാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു ആയിരവും പരമഖിലവും അഖിലേശ്വര മഹിമയാൽ നിറയുന്നു തിരുപ്പവനേ. ഓശാന ഈശോ സദനം. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു.
അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്ന് പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നടത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ ബോസ്കോ മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകളുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ജീവനുവിന്റെ
സ്വീകരിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വെറുതയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും പ്രത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ
കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലേക്ക് വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്ക് നിത്യജീവനും കാരണമാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ദാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി
നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ജീവൻ നൽകും ദൈവികമാ പരിപാവനമീ ബലി വഴിയാ നാദനു സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാലാഖമാരുത്തു വലം ഭാഗം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും നാഥൻ വരനിര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ